പരിശുദ്ധ അമ്മയ്ക്കും തിരുകുമാരനും സ്തുതി, നന്ദി, സ്വസ്ത്രം. ആദ്യമേ തന്നെ ഇത്രയും നേരം വൈകി സാക്ഷ്യം പറയുന്നതിൽ പരിശുദ്ധ അമ്മയോടും തിരുക്കുമാരനോടും ആദ്യമേ തന്നെ മാപ്പ് ചോദിക്കുന്നു. ഞാൻ 2023 മെയ് 5-ാം തീയതിയാണ് ആദ്യമായി ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് തന്നെ എനിക്ക് കിട്ടിയ രോഗസൗഖ്യമാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം. 2023 ഏപ്രിൽ കഠിന വയറുവേദനയും ഛർദി, ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത അവസ്ഥ, PR ബ്ലീഡിങ്, ഇതെല്ലാം മൂലം എന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യും. സ്കാൻ ചെയ്തപ്പോൾ ആദ്യത്തെ സ്കാനിലൊന്നും കണ്ടില്ല. അത് കഴിഞ്ഞ് രണ്ടാമത് സ്കാൻ ചെയ്തായിരുന്നു. രണ്ടാമത് സ്കാൻ ചെയ്തപ്പോൾ കുടലിനുള്ളിലേക്ക് കുടൽ കയറിപ്പോകുന്നൊരവസ്ഥയാണെന്ന് പറഞ്ഞത്. മരുന്ന് കൊണ്ട് മാറില്ല, അത്രയും ഭാഗം മുറിച്ച് കളയണമെന്നാണ് എന്നോട് പറഞ്ഞത്. പെട്ടെന്ന് അത് നടക്കാത്ത കാരണം കൊണ്ട് തൽക്കാല ആശ്വാസത്തിന് മരുന്ന് നൽകി എന്നെ വീട്ടിലേക്ക് വിട്ടു. വീട്ടിൽ വന്ന് രണ്ട് തവണ വേദന വന്നു. രണ്ടാമത്തെ തവണ വേദന വന്നപ്പോൾ എൻ്റെ അമ്മ വന്ന് പറഞ്ഞു, ഉടമ്പടി എടുക്കാമെന്ന് പറ, നിനക്ക് രോഗസൗഖ്യം കിട്ടുമെന്ന് പറഞ്ഞു. ഞാൻ ആ നിമിഷം തന്നെ പറഞ്ഞു, ഞാൻ വന്ന് ഉടമ്പടി എടുത്തേക്കാമെന്ന് പറഞ്ഞു. ആ നിമിഷം തന്നെ എൻ്റെ വേദന മാറി. ഇപ്പം 2 വർഷമായി എനിക്ക് പിന്നീട് ആ വേദന വന്നിട്ടില്ല. പിന്നെ എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് 8 വർഷമായിട്ട് എനിക്ക് അൾസറേറ്റീവ് കൊളൈറ്റിസ് എന്ന രോഗമുണ്ട്. ഇതിങ്ങനെ മൂർജിയും 6 മാസം 8 മാസം കൂടുമ്പോൾ ഞാനിങ്ങനെ ഹോസ്പിറ്റലിലാവും. ഇത് മൂർജിക്കുമ്പോൾ എനിക്ക് കണ്ണിൽ ചുവപ്പ് വേദന, കണ്ണ് തുറക്കാൻ പറ്റാത്ത അവസ്ഥ, അടയ്ക്കാൻ പറ്റാത്ത അവസ്ഥ, അങ്ങനെയാണ്. അപ്പോൾ എപ്പോഴും സ്റ്റിറോയിഡാണ് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യാറ്. അത് കുറച്ച് ദിവസം എടുക്കും. സ്റ്റിറോയിഡിൻ്റെ കോഴ്സ് കഴിയുമ്പോൾ അതൊന്ന് കുറയും. പിന്നെയും ഒരു 6 months 8 months കഴിയുമ്പോൾ ഇതന്നെ റിപ്പീറ്റേഷനായിരുന്നു. ഞാനിവിടെ വന്ന് ഉടമ്പടി പുതുക്കലിൽ ഞാനത് വെച്ച് പ്രാർത്ഥിച്ചു. അതേ തുടർന്ന് 1.5 വർഷമായിട്ട് എനിക്ക് ആ അവസ്ഥ പിന്നീട് വന്നിട്ടില്ല. അതിൽ 2023 ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയതിനെ തുടർന്ന് എൻ്റെ ജോലി നഷ്ടപ്പെട്ടായിരുന്നു. പിന്നീട് 1.5 വർഷത്തേക്ക് എനിക്ക് ജോലി ഇല്ലായിരുന്നു. ഇവിടെ ഉടമ്പടി വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് പിന്നീട് ഒരു ജോലി ലഭിച്ചു. ഇപ്പോൾ ജോലിയിലാണ്. കഴിഞ്ഞ 1 വർഷമായിട്ട് ഞാൻ ജോലി ചെയ്യുന്നു. പിന്നീട് നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുന്നതിലും ചെറുതും വലുതുമായ ഒരുപാട് ദൈവാനുഗ്രഹങ്ങളും രോഗസൗഖ്യവും എനിക്ക് ലഭിച്ചിട്ടുണ്ട്. പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് ഇവിടുത്തെ കൃപാസന പത്രം മേടിച്ച് പൊതുമേഖലയ്ക്ക്, അതായത് തൃശ്ശൂർ മാർക്കറ്റ്, നിയറസ്റ്റ് എനിക്ക് തൃശ്ശൂർ മാർക്കറ്റാണ്. അപ്പോൾ തൃശ്ശൂർ മാർക്കറ്റ്, അതുപോലെ കടകളിൽ, വീടുകളിൽ കയറി ഇറങ്ങി പത്രം കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഫുഡ് വിതരണം ചെയ്യാറുണ്ട്. ഉച്ചയ്ക്ക് പൊതിച്ചോറ് റെഡിയാക്കി വണ്ടിയിൽ വെച്ച് കൊണ്ടു കൊടുക്കാറുണ്ട്. അതുപോലെ കാരുണ്യപ്രവൃത്തി എന്ന് പറയുമ്പോൾ നിയർ ബൈ ഞങ്ങൾക്കൊരു അമ്മമാർ മാത്രമായിട്ടുള്ള ഒരു സ്ഥലമുണ്ട്. അവിടെ അവരോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്യും, അവരോടൊപ്പം ഭക്ഷണം കഴിക്കും. അതുപോലെ ബർത്ത്ഡേ, വെഡ്ഡിങ് ആനിവേഴ്സറി, അങ്ങനെയൊക്കെ വീട്ടിൽ എന്തെങ്കിലും വിശേഷ ദിവസങ്ങൾ വരുമ്പോൾ അവരോടൊപ്പം പോയി ആഘോഷിക്കാറുണ്ട്. അവർക്ക് വേണ്ട സാമ്പത്തിക സഹായം ചെയ്യാറുണ്ട്. പിന്നെ ആരെങ്കിലും വന്ന് സാമ്പത്തിക സഹായമോ അല്ലെങ്കിൽ എന്തെങ്കിലും സഹായം ചോദിച്ചു വരാണെങ്കിൽ അതും ചെയ്തു കൊടുക്കാറുണ്ട്. പിന്നെ ഉടമ്പടി ആത്മീയമായി മാറിയെന്ന് വെച്ചാൽ ഉടമ്പടി എടുത്തതിനെ തുടർന്നാണ് ദിവസേന മുടങ്ങാതെ കുർബാനയ്ക്ക് പോകുന്നത്. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം കണ്ടുപിടിച്ച് എങ്ങനെയെങ്കിലും കുർബാന മുടങ്ങാറാണ് ഞാൻ പരമാവധി ചെയ്യാറ്. അതുപോലെ തന്നെ 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരം തുടങ്ങിയിട്ടുണ്ട്. അല്ലെങ്കിൽ 1 മാസം അല്ലെങ്കിൽ 1.5 മാസം കഴിഞ്ഞാലാണ് ഞാനൊരു കുമ്പസാരം നടത്താറ്. ഇപ്പോൾ 2 ആഴ്ച കൂടുമ്പോൾ മുടങ്ങാതെ ഞാൻ കുമ്പസാരിക്കാറുണ്ട്. ഇത്രയുമാണ് എനിക്ക് തന്ന അനുഗ്രഹങ്ങൾ. ദൈവത്തിനോട് ഒന്നും കൂടി, മാതാവിനോടും ഒന്നും കൂടി ഞാൻ നന്ദി പറയുന്നു. 45-ാം സങ്കീർത്തനം 17-ാം തിരുവചനം. തലമുറ തോറും നിൻ്റെ നാമം കീർത്തിക്കപ്പെടാൻ ഞാൻ ഇടയാക്കും. ജനതകൾ നിന്നെ എന്നേക്കും പ്രകീർത്തിക്കും. നമ്മുടെ ഉടമ്പടി ജീവിതത്തിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു ജീവിത രീതിയാണ് ഉടമ്പടി എന്ന് നമുക്കറിയാം. ഉടമ്പടിയിലൂടെ നാം യേശുവുമായിട്ടുള്ള ഒരു എഗ്രിമെൻറ്റിലേക്ക് എത്തിച്ചേരുമ്പോൾ ഞാൻ നിൻ്റേതും നീ എൻ്റേതും എന്നുള്ള ഒരു വലിയ ഉറപ്പിലാണ് ഞാനും എൻ്റെ ഈശോയും എത്തിച്ചേരുന്നത്. നമ്മുടെ വിശ്വസ്തമായ ആ ഉടമ്പടി ജീവിതത്തിനെ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നത് ജീവനോടെ ഈ അൾത്താരയിൽ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയാണ്. നമ്മുടെ വേദനകളിലും അസ്വസ്ഥതകളിലുമെല്ലാം പരിശുദ്ധ അമ്മ നമ്മിലേക്ക് ഇറങ്ങി വരുന്നതും കടന്നു വരുന്നതും നമുക്ക് മുൻപേ പോകുന്നതുമെല്ലാം നാം ഈ അൾത്താരയിൽ ഒരുപാട് ലക്ഷക്കണക്കിന് സാക്ഷ്യങ്ങൾ നാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഡൽഹിയുടെ ഒരു വലിയ അസ്വസ്ഥതയിലേക്ക്, ശാരീരിക അസ്വസ്ഥതയിലേക്ക് വളരെയധികം ചികിത്സ ചെയ്തതിന് ശേഷവും ഒട്ടും തന്നെ സുഖപ്പെടാതിരുന്നൊരവസ്ഥയിലാണ് ഈ മകൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നത്. ആ ഉടമ്പടിയിലൂടെ താൻ ഉടമ്പടി എടുക്കാൻ തീരുമാനിച്ച അന്ന് തന്നെ, ഉടമ്പടി എടുത്ത ആ നിമിഷം തന്നെ
തനിക്ക് സൗഖ്യമുണ്ടായി എന്നാണ് ഈ സഹോദരി സാക്ഷ്യപ്പെടുത്തുന്നത്. വളരെ കഠിനമായ വയറുവേദന മൂലം ഹോസ്പിറ്റലിൽ അഡ്മിറ്റായപ്പോഴാണ് അറിയുന്നത് കുടലുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചേർന്ന് കിടക്കുന്ന ഒരവസ്ഥ. നമ്മുടെ ശരീരത്തിൻ്റെ ഘടന ദൈവം വളരെ പെർഫെക്റ്റായിട്ടാണ് നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത്. നാം ഹൃദയത്തിൻ്റെ സ്ഥാനത്ത് ലിവറിൻ്റെ സ്ഥാനത്തോ ഹൃദയമോ അല്ല, അതെല്ലാം കൃത്യമായിട്ടാണ്. എല്ലാം ശരീരത്തിൻ്റെ ആ ഘടനകൾക്കുള്ളിലാണ്. ഈവൻ ശ്വാസകോശം പോലും വളരെ സുരക്ഷിതമായിട്ടാണ്. നമ്മുടെ തലച്ചോറ് വളരെ സുരക്ഷിതമായിട്ടാണ്. നമ്മുടെ എല്ലാ ശരീരഭാഗങ്ങളും വളരെ സുരക്ഷിതമായിട്ടാണ്. മനോഹരമായ സൃഷ്ടിയായിട്ടാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത്. എല്ലാ സൃഷ്ടികളിലും വെച്ച് മനുഷ്യനാണ്, മനുഷ്യജന്മമാണ് ഈ സൃഷ്ടിയുടെ മകുടമെന്നാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ കണ്ടത്. അതിലുണ്ടാകുന്ന ചില അസ്വസ്ഥതകളിലെല്ലാം ദൈവം തന്നെ നമ്മെ ക്രമീകരിക്കുന്നത് ഇപ്പോൾ നാം കേട്ടുകൊണ്ടിരിക്കുന്നത് വലിയൊരു ഉടമ്പടി ജീവിതത്തിലൂടെയാണ്. ചിലരെങ്കിലും ഇങ്ങനെ പറയും, ആരെങ്കിലുമൊക്കെ പ്രാർത്ഥിച്ച് ഒരു 90 ദിവസത്തെ കാര്യം കൊണ്ട് നാം ശരിയായി ഗുഡ് ബൈ പറഞ്ഞു പോകുന്ന ഒരു ജീവിത രീതിയല്ല ഈ ഉടമ്പടി എന്നത്. ഡെൽഫിക്ക് മനസ്സിലായി. ഉടമ്പടിയെടുത്ത അപ്പോൾ തന്നെ പരിശുദ്ധ അമ്മ ഇടപെടുകയായിരുന്നു. ഉടമ്പടിയിലൂടെ തനിക്ക് ലഭിച്ചത് സൗഖ്യത്തെക്കാൾ കൂടുതൽ തൻ്റെ ആത്മാവിൻ്റെ ഒരു ആനന്ദമാണെന്നാണ് ഇവിടെ ഇപ്പോൾ ഈ അൾത്താരയിൽ വീണ കണ്ണീരിൻ്റെ അർത്ഥം അതാണ്. ഒരു ആനന്ദാശ്രുവാണെന്ന് നമുക്ക് മനസ്സിലാകും. എൻ്റെ ഈശോ എന്നെ സ്പർശിക്കുന്ന അവസരങ്ങളിൽ എനിക്കുണ്ടാകുന്ന ഒരു ആത്മാനുഭൂതി അത് അൾത്താരയിൽ കയറിയവരെല്ലാവരും തന്നെ ആത്മാർത്ഥമായി അൾത്താരയിൽ കയറി സാക്ഷ്യം പറഞ്ഞവർക്കെല്ലാം അനുഭവപ്പെട്ടിട്ടുള്ള ഒന്നാണ്. ഡെൽഫിക്കും അത് അനുഭവപ്പെട്ടു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതോടുകൂടി തുടർന്നുണ്ടായ ഒരു അടുത്ത അസുഖമായ ഈ കുടൽ രോഗത്തെ തുടർന്ന് തന്നെ അൾസർട്രൈൻ എന്ന് പറഞ്ഞ അടുത്ത ഒരു അസുഖം, അത് കണ്ണിൽ നിന്നിങ്ങനെ കണ്ണുനീര് വന്നുകൊണ്ടിരിക്കുന്ന ഒരസുഖം. നമുക്കറിയാം, ഒരല്പം ഒന്ന് കണ്ണീര് വീണ് കഴിഞ്ഞാൽ നമുക്ക് വായിക്കാനോ നമുക്ക് തന്നെ നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് നഷ്ടപ്പെടുന്ന, മറ്റുള്ളവരുടെ മുൻപിൽ കണ്ണുനീര് വീഴ്ത്തേണ്ടി വരുന്നൊരവസ്ഥയെക്കുറിച്ച് നമുക്കറിയാം. ആരും ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ്. ഈ അവസ്ഥയിൽ പരിശുദ്ധ അമ്മയോട് മാധ്യസ്ഥ അപേക്ഷിച്ച് പ്രാർത്ഥിച്ചപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഉടമ്പടി വസ്തുക്കളുടെ ഉപയോഗമാണ് ഈ സഹോദരിയെ വളരെയധികം ആശ്വസിപ്പിച്ചതും സാന്ത്വനപ്പെടുത്തിയതും സൗഖ്യം നൽകിയതും എന്ന് ഏറ്റുപറയുന്നു. ഉടമ്പടി വസ്തുക്കളിലൂടെ തൈലത്തിൻ്റെ ഉപയോഗത്തിലൂടെ ഈ സഹോദരിക്ക് ആ കണ്ണുനീര് വരുന്ന ആ ഒരു അസുഖം സൗഖ്യപ്പെട്ടു എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. ഈ കാരണങ്ങളാൽ ഈ സഹോദരിയുടെ ജോലി നഷ്ടപ്പെട്ടിരുന്നു. അമ്മ 1.5 വർഷക്കാലമായി ജോലി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ പരിശുദ്ധ അമ്മ വളരെ പെട്ടെന്ന് ഇടപെട്ട് തനിക്ക് ജോലി നൽകി യഥാസ്ഥാനപ്പെടുത്തി. തൻ്റെ ഭാവിയെ നാം ഒരു ഉടമ്പടിയിലൂടെ നാം പരിശുദ്ധ അമ്മയോട് നടക്കുമ്പോൾ ഈശോയിൽ നിന്ന് പരിശുദ്ധ അമ്മ നമുക്ക് പ്രാപിച്ചു തരുന്നത് ഒന്നല്ല 100 അനുഗ്രഹങ്ങളാണെന്ന് നമുക്കറിയാം. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന ധൈര്യം, നമുക്ക് പലതിനെയും അഭിമുഖീകരിക്കാനുള്ള ഒരു വലിയ കരുത്ത്, പരിശുദ്ധ അമ്മയുടെ കരുതൽ, ഈശോയോട് ഒപ്പമുള്ള നമ്മുടെ ജീവിതം. ജോസഫ് അച്ഛൻ പറയാറുള്ളത് പോലെ ദൈവത്തോടുകൂടി ജീവിക്കുന്ന ജീവിതം എത്ര സുന്ദരമാണ്. അൾത്താരയിൽ സാക്ഷ്യം പറയുന്നവരെല്ലാവരും തന്നെ പറയുന്നത് അതാണ്. ദൈവം എൻ്റെ കൂടെയുണ്ടെങ്കിൽ ഇത്ര നല്ലൊരു ദൈവമുണ്ടോ നിങ്ങൾക്ക് എന്ന് മോശ പാടുന്നുണ്ട്. ചെങ്കടൽ ഛേദിച്ചതിന് ശേഷം ഇതുപോലൊരു ദൈവമില്ല, ഇതുപോലൊരു ജനതയില്ല. നാം എല്ലാവരും ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണെന്നുള്ളതിൻ്റെ ഒരു വലിയ തെളിവാണ് ഈ അൾത്താരയിലേക്ക് നാം കയറി വരുന്നത്. നമുക്കൊരു സീല് നൽകുകയാണ്, നമുക്കൊരു മഴവില്ല് നൽകുകയാണ്, ഒരു ഉടമ്പടിയുടെ ഒരു വലിയ സിഗ്നേച്ചർ നൽകുകയാണ്. നമുക്ക് ഡെൽഫിയുടെയും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നമ്മുടെ നിയോഗങ്ങൾ ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയ്ക്ക് നല്ലൊരു കൈയടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.